അതെ, ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരാന്ന് മനസ്സിലായില്ലേ? ഇല്ല, ഇങ്ങനെ ചെയ്യുന്ന തലയ്ക്കും അസുഖമുണ്ടോ? അല്ല, വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറെ ചപ്പും ഒരു മാരി ഇട്ടിട്ട് തൂത്തുവാ. അല്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോ ഞാൻ ആരാന്ന് നിങ്ങക്ക് മനസ്സിലാവുമെന്ന്. ഒരു കഥാപാത്രമാണെന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? അത് മനസ്സിലായി. വേറൊരു ക്ലൂ കൂടെ തരാം. അപ്പൊ നിങ്ങക്ക് ചിലപ്പോ മനസ്സിലാവും. ശരി, ആയിക്കോട്ടെ. നോക്കോട്ടാ. എവിടെ മനസ്സിലായോ? കിട്ടി. പിടികിട്ടിയാ? ഞാൻ പറഞ്ഞില്ലേ ഇത് കാണുമ്പോ എന്തായാലും പിടികിട്ടുമെന്ന്. മണിബാല. അയ്യോ അല്ല. മണിച്ചിത്രത്താഴിലെ നാഗവല്ലി. അല്ലല്ലോ. അല്ല, ഈ എനിക്കൊന്ന് ബാലയും മണിച്ചേട്ടനും കൂടെ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ പാട്ട്. അയ്യോ അല്ല അല്ല ചേച്ചി, അല്ല അല്ല അല്ല. ഓ, മണിക്കുട്ടി. അയ്യോ അല്ല. ഒന്നോടൊന്ന് ആലോചിക്കേ. ഉർവശി സ്ഫടികത്തിനകത്ത്. മറ്റേ സ്ഫടികം. അയ്യോ അല്ല അല്ല, മറ്റേ കുഞ്ഞിക്കുരു ഒക്കെ ഇങ്ങനെ എറിഞ്ഞ് ഡ്രസ്സിലാവുന്ന. മറ്റേ അയ്യോ ചേട്ടാ, ഇത് മറ്റേ നന്ദനം. അയ്യോ, അതിനാണ് ഇത്രയൊക്കെ കാണിച്ചേ. അതെന്താന്നറിയോ, രൂപത്തിലും സൗണ്ടിലും ഒന്നും പിടിക്കാൻ പറ്റില്ലല്ലോ ഫിഗർ. അപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിചാരിച്ചു. കറക്റ്റ് ആയി കേട്ടോ. പറഞ്ഞപ്പോ കറക്റ്റ് അല്ലേ? ഏകദേശം സൗണ്ടും ഒക്കെ കറക്റ്റ് ആവുന്നു. സമാധാനം. കലാമണി, എന്നെ മനസ്സിലായോ? ഞാൻ മെനു. ഏത് ഹോട്ടലിലെ മെനുവാ? ഹോട്ടലിലെ മെനു അല്ല, പിന്നെ ഞാൻ അമ്പലപ്പാട്ട് മനു. പാട്ട് വെറുക്കുന്ന ആളാ അമ്പലപ്പറമ്പില്? അമ്പലപ്പറമ്പിൽ പാട്ട് വെറുക്കുന്നല്ലെന്ന്. അമ്പലപ്പാട്ട് ഉണ്ണിയമ്മയുടെ അവിടുത്തെ മനു. ഏത് മനു? ഉണ്ണിയമ്മയുടെ അവിടുത്തെ അമേരിക്കയില്. അമേരിക്കന്ന് വന്നു മനു. അയ്യോ, ഇത് മനസ്സിലായില്ലേ? ഇത് മനുവേട്ടന്റെ അവിടുത്തെ ഉണ്ണിയമ്മ. ഉണ്ണിയമ്മയുടെ അവിടുത്തെ മനുവേട്ടൻ. അതന്നെ, അമേരിക്കയിലുള്ള. അയ്യോ, ഫോട്ടോയെ കൊണ്ട് ഫിഗർ അല്ലായിരുന്നു മനുവേട്ടാ. ഞാൻ ഒരുപാട് മാറിപ്പോയി. ബാബാമണി, എന്തോ 143. 143 എന്നുവെച്ചാ 143. അയ്യോ, എവിടെയാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അടിയന്തരാവസ്ഥ അല്ല, അടിയന്തരാവസ്ഥ 144 ഞാൻ പറഞ്ഞു 143 പറഞ്ഞു. ആണോ? 143 143 പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളോട് ഐ ലവ് യു എന്ന് പറയുന്നതിന് 143 എന്ന് പറയും. ആണോ? അപ്പൊ രണ്ടും അടിയന്തരാവസ്ഥ തന്നെ. അതങ്ങനെ രണ്ടും അടിയന്തരാവസ്ഥയാണ്. ഏതെങ്കിലും പെണ്ണുങ്ങളോട് ചെന്നിട്ടേ ഐ ലവ് യു എന്ന് പറഞ്ഞാ അവര് നല്ല അടി വെച്ച് തരും. അപ്പൊ ഉണ്ടാവുന്ന ഒരു അവസ്ഥയില്ലേ, അതാണ് അടിയന്തരാവസ്ഥ. 144 143 ഒക്കെ അടിയന്തരാവസ്ഥ. ഭയങ്കര സംഭവം തന്നെ. പിന്നെ മനുവേട്ടാ, ഈ ബാലമണിയുടെ പൊട്ട മനസ്സിൽ ഒരു പാഴ്മുഖം തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി ഇങ്ങോട്ടാ വന്നേ. എങ്ങോട്ട്? ഇങ്ങോട്ട്. എന്താ ബാലമണിയുടെ മനസ്സിൽ തോന്നിയ പൊട്ട മോഹം? പറയട്ടെ? പറ, കേക്കട്ടെ. മനുവേട്ടനെ കല്യാണം കഴിച്ച് അങ്ങ് അമേരിക്കയിൽ പോണോന്ന്. ഇതാണോ പൊട്ട മനസ്സിൽ തോന്നിയ പാഴ്മോഹം? പിടിച്ചപ്പോ പുളിങ്ങമ്പ കയറി അങ്ങ് പിടിച്ചത്. അമേരിക്ക വരെ പോകുന്നതിന് എത്ര ലക്ഷം രൂപ ചെലവാക്കണം എന്നറിയോ? ഭയങ്കര മോഹമായി പോയില്ല ബാലാമണിയുടെ മോഹം. പിന്നെ എന്നിട്ട് എന്താ മനുവേട്ടൻ ഇത്ര നാളായിട്ടും കല്യാണം കഴിക്കാഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തു. അവിവാഹിതൻ, ബാധ്യതയൊന്നുമില്ല, കുട്ടികളില്ല എന്ന് പറഞ്ഞ പരസ്യം കൊടുത്തു. എന്നിട്ട് ഈ പത്രത്തിൽ അടിച്ചു വന്ന എങ്ങനെയെന്ന് അറിയുമോ? അവിവാഹിതൻ, കുട്ടികളില്ല, സാധ്യതയില്ലെന്ന്. ഇല്ല, എങ്ങനെ കല്യാണം നടക്കും? അതാണ് കല്യാണം നടക്കായിരുന്നു. അല്ലെ ഞാൻ എന്നേ കെട്ടിയന്. എന്റെ സ്നേഹം സത്യമോ മനുവേട്ടാ? നിന്റെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിന്റെ സ്നേഹം സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതെ, ഒരു കഥയുണ്ട് മനുവേട്ടാ, പറയട്ടെ? പറ. പണ്ട് നമ്മുടെ അവിടുത്തെ ബീച്ചില്ലേ, ആ ബീച്ചിൽ ഞാൻ കടൽ കാണാൻ വേണ്ടിട്ട് പോയപ്പോ അവിടെ ഒരു കപ്പലണ്ടിക്കാരൻ നിന്ന് കപ്പലണ്ടി വിറ്റോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് 10 രൂപയ്ക്ക് കപ്പലണ്ടി വേണോന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയും, എന്റെ മുഖത്തേക്ക് കൂടെ ഒറ്റ ആട്ടാട്ടിട്ട് പറയാ, ഇവിടെ തെണ്ടി നടക്കുന്നവർക്കുള്ളതല്ല ഈ കപ്പലണ്ടി, ഇത് വിദേശത്തുനിന്ന് വരുന്ന സായിപ്പിനും മാതാമയ്ക്കും ഉള്ളതാണെന്ന്. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പ്രതികാരം ഉണ്ടായി മനുവേട്ടാ. ഒത്തിരി വേദനിച്ച്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ, മനുവേട്ടനെ പ്രേമിച്ച് ഞാൻ അങ്ങ് അമേരിക്കയിൽ ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് മനുവേട്ടനെ നൈസായിട്ട് അങ്ങോട്ട് തേക്കണം. എന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇതേ ബീച്ചിൽ വന്ന് ഇതേ കപ്പലണ്ടിക്കാരൻ്റെ അടുത്ത് 10 രൂപയുടെ കപ്പലണ്ടി ഞാൻ ചോദിക്കും. അപ്പൊ അയാൾ എനിക്ക് ആ 10 രൂപയുടെ കപ്പലണ്ടി തരും. അപ്പൊ ഞാൻ അയാളുടെ മുഖത്ത് ആട്ടിയിട്ട് പറയും, നിങ്ങൾ പണ്ട് ആട്ടിയില്ലേ ഒരു പെണ്ണിനെ, ആ പെണ്ണാണ് ഞാനെന്ന്. എന്റെ ഈ ആഗ്രഹം സാധിക്കാൻ മനുവേട്ടൻ സമ്മതിക്കില്ലേ? പറ മനുവേട്ട. ഞാൻ ഇതിന് കൂടെ നിൽക്കണം. എന്നെ തേക്കാൻ വേണ്ടി ഞാൻ കൂടെ നിൽക്കണം.
1000-2000 രൂപ എടുത്ത് ആ കപ്പലണ്ടിക്കാരിക്കുന്ന മുഴുവൻ കപ്പലണ്ടി ഞാൻ മേടിച്ചു തരാം. അന്നാലെങ്കിലും നീ എന്റെ അടുത്ത് നൊഴിഞ്ഞു പോവോ? കഷ്ടമല്ലേ മനുവേട്ടാ? വേണ്ട, എനിക്ക് തന്നെ വേണ്ട. നീ എന്റെ അടുത്ത് നൊഴിഞ്ഞു പോയാ മതി. കഷ്ടമല്ലേ മനുവേട്ടാ? വേണ്ട മോളെ, മനുവേട്ടാ, വേണ്ട. നല്ല ആഗ്രഹമല്ലേ മനുവേട്ടാ? എനിക്ക് കേക്കണ്ട. മനുവേട്ടാ, ഡോ. മനുവേട്ടാ, അതെ ഇനി ഒന്ന് രണ്ടുപേരും ഇങ്ങോ രണ്ടുപേരും നടുക്കോട്ടോ എവിടെ വന്നിക്കോ. നല്ല ആഗ്രഹമല്ലേ? സൂപ്പർ ആയിരുന്നു. ആഗ്രഹം അട്ടി അല്ല ആഗ്രഹമൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. മരുവേട്ടൻ എവിടെ നിൽക്കണ്ടേ? മനുവേട്ട മാലേന്ദ്രമേനോൻ ഇവിടെ നിൽക്കുന്നു. ബാലാമണിയോടാ ചോദ്യം. ആ? എന്ത് ധൈര്യത്തിലാണ് കുട്ടി ഈ സാഹസത്തിന് ഒരുമ്പെട്ടത്? ഏത് സാഹസം? ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഇങ്ങേർക്ക് ഈ രൂപം വെച്ചോണ്ട് മനുവേട്ടനാകാമെങ്കിൽ എനിക്ക് ബാലമണി ആയിക്കൂടെ ചേട്ടാ? എന്നാ പോട്ടെ. ഓക്കേ, സന്തോഷമായി. ഇവിടെ നിക്ക്. മനുവേട്ടനെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. മനുവേട്ടൻ ഇനി ഒരുപാട് ഫാൻസ് ഉണ്ടാവും. മനുവേട്ടന്റെ ഡയലോഗ് ഒക്കെ ബാലേന്ദ്രൻ മേനോനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിരഞ്ജീവിയുടെ ഒക്കെ ഒരു കട്ടുണ്ട് ആണല്ലേ? മനുവേട്ടന്. അതല്ല, നിങ്ങളൊക്കെ അങ്ങ് സഹിക്കും. ഞാൻ മേക്കപ്പിന് ഞാൻ തരുന്നപ്പോഴേ അവൻ എന്റെ മുഖം ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇന്ന് എന്താ ഏട്ടാ ക്യാരക്ടർ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഞാൻ പറഞ്ഞു പൃഥ്വിരാജ് എന്ന് പറഞ്ഞു നന്ദനത്തില്. അവൻ ഒരു നോട്ടവും നിൽക്കുന്നു. ഇങ്ങനെ ശരിയാക്കും. റെഡിയാക്കാന്ന്. അപ്പൊ റെഡി ആയില്ലേ? റെഡിയായി.